ഹലോ, വെൽക്കം ബാക്ക് ടു ഡേ എവറിത്തിങ് ഹോം മെയ്ഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞ് മിനിയേച്ചർ ഫ്ലവർ ബാസ്ക്കറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്, സിസേഴ്സ് ഉണ്ട്, കളർ പേപ്പർ, പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പും അതിൻ്റെ തൊട്ട് താഴെയുള്ള വൈറ്റ് കളർ റിങ്ങാണ് വേണ്ടത്, ഫെവിക്കോൾ, ഗ്ലൂ ഗൺ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഈ ബോട്ടിലിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപ്പും ആ വൈറ്റ് റിങ്ങും മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കത് എടുത്ത് മാറ്റിയെടുക്കാം. അപ്പോൾ ക്യാപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെടുക്കാൻ സിമ്പിളാണ്. നിങ്ങൾക്ക് സിസേഴ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ആ റിങ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. രണ്ടും ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് കുഞ്ഞ് മിനിയേച്ചർ ഫ്ലവർ ബാസ്ക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ പിടിയായിട്ട് യൂസ് ചെയ്യാനാണ് ഈ വൈറ്റ് റിങ്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പിൽ നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ റിങ്ങായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണ്. കുറച്ചും കൂടി ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് രണ്ട് സൈഡിൽ നിന്നും. ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് പിടിപ്പിക്കണം. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഈതർ ഗ്ലൂ ഗണ്ണോ ഹോട്ട് ഗ്ലോ യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ സ്റ്റിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലവർ ബാസ്ക്കറ്റിൻ്റെ അകത്തേക്ക് ആക്കിയിട്ടാണ് പിടിപ്പിച്ചേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പരിപാടികൾ. ഇനി നമുക്ക് കളർ പേപ്പർ വേണം. കളർ പേപ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ എടുക്കാം, പക്ഷേ ഗ്രീൻ കളർ എന്തായാലും വേണം. അപ്പോൾ നമുക്ക് ഗ്രീൻ കളർ വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന പരിപാടി ചെയ്യും. ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് നമ്മുടെ ബാസ്ക്കറ്റിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് അതനുസരിച്ച് ഒരു ഫോൾഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ട് നേരെ ഫോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതാ ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ഫോൾഡ് ചെയ്തതിൻ്റെ കുറച്ച് പോർഷൻ ഇട്ടിട്ട് ഇതുപോലെ ഗ്യാപ്പില്ലാതെ നമുക്കിങ്ങനെ കട്ടിങ്സ് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് പോർഷൻ വിട്ടു കൊടുക്കണം, അല്ലെങ്കിൽ അത് മുറിഞ്ഞു പോവും. അപ്പോൾ നമുക്കിവിടെ കാണാൻ ഞാൻ ഫുൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ പയ്യെ ഇതുപോലെ ഓപ്പൺ ചെയ്ത് നിവർത്തി വെച്ചതിന് ശേഷം കീറിപ്പോരുത്. നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഇതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഫോൾഡ് ചെയ്യണം. എങ്ങനെയാണോ ഫോൾഡ് ചെയ്തിരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ആ സൈഡ് നോക്കിയിട്ട് ഗം തേച്ച് കൊടുക്കുക നമ്മുടെ മറ്റേ കട്ടിങ്സ് വരാത്ത ഭാഗത്ത്. അതിനുശേഷം ഇതിനെ ഇതുപോലെ ഫോൾഡ് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഫോൾഡ് ചെയ്യുക. ഇനി നമുക്കിതിനെ പയ്യെ അകത്തേക്ക് റോൾ ചെയ്ത് കൊടുക്കാം. വൺസ് അത് റോൾ ചെയ്ത് കഴിയുമ്പോൾ നല്ലോണം വിടർത്തി കൊടുത്തതിന് ശേഷം ഗം യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുക അറ്റം. അതിനുശേഷം നമുക്ക് ഈ ബാസ്ക്കറ്റിൻ്റെ അകത്തേക്ക് ഇതിനെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ കളർ ബേസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫ്ലവർ ബാസ്ക്കറ്റിന് ആവശ്യമായിട്ടുള്ള ഫ്ലവേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്ലവർ സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം എടുത്തത് ഒരു റെഡ് കളറാണ്. അപ്പോൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പാണ്, അതിൻ്റെ സൈസിന് മാത്രമാണ് ഡിഫറൻസ് വരുള്ളൂ. ഭയങ്കര ചെറുതായിട്ട് ചെറിയ ഹൈറ്റിലൊരു കുഞ്ഞ് ഫോൾഡിങ് വരുത്തുക. അതും ഫുൾ ലെങ്ത്തിൽ എടുക്കണ്ട, നമുക്കൊരു ചെറിയ പീസ് മതി. കണ്ടോ, ഇതുപോലെ ചെറിയൊരു പീസ് എടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്ത് ഇതുപോലെ ചെറിയ കട്ടിങ്സ് വരുത്തുക. അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമുക്കതിനെ റോൾ ചെയ്തെടുക്കാം. ഇത്രേ ഉള്ളൂ സ്റ്റെപ്സ്. അപ്പോൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ വിടർത്തി കൊടുക്കണം ഫ്ലവറിനെ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര ചെറുതാണ്. മിനിയേച്ചർ ബാസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞു ഫ്ലവറാണ്. ഈ സെയിം രീതിയിൽ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഞാൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിനെല്ലാം ഞാൻ ഈ ബാസ്ക്കറ്റിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫുൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മിനിയേച്ചർ ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ മിനിയേച്ചർ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോ ആയി വരുന്നതായിരിക്കും. ബൈ ബൈ.